ഹലോ ഗേസ്, ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ മാത്സ് എക്സാം പേപ്പറാണ്. ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഓൺ എക്സാം ആട്ടോ, ഒരു മോഡൽ. ഇതൊക്കെ പഠിച്ച് വെച്ചാൽ നിർബന്ധമായിട്ടും വരും. എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങല്ലേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, പൂട്ടിയെ ഈ മാർക്ക് അഗ്നിസ്റ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് which in not spherical of a rectangle. പുട്ട് തെറ്റിടുക. എന്തിന്? റെക്റ്റാങ്കിളിൻ്റെ ഫ്യൂച്ചർ അല്ലാത്തത്, റെക്റ്റാങ്കിളിൻ്റെ ഇതല്ലാത്തത്. ഇപ്പോൾ ഹാവ് 4 സൈഡ്സ് ശരിയാണല്ലോ, റെക്റ്റാങ്കിളിന് 4 സൈഡ്സ് ഉണ്ട്. പിന്നെ ഹാവ് 4 കോർണേഴ്സ്, ശരിയാണ്, 4 കോർണേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ നോട്ട് ഈക്വൽ. എങ്ങനെ ഓപ്പോസിറ്റ് സൈഡ്സ്? രണ്ട് സൈഡും ഒരു സൈഡും മറ്റേ സൈഡും സെയിം, മറ്റേ സൈഡും അതിൻ്റെ അപ്പുറത്തുള്ള സൈഡും സെയിം അല്ലേ? അങ്ങനെയല്ലേ വരിക. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് മൂന്നാമത്തെ ഇതാണ്, ഓപ്ഷനാണ്. നമുക്ക് അടുത്തത് നോക്കാം. ഹിയർ ഈസ് എ പിക്ചർ ഡ്രോ ബൈ വീന. ഹൗ മെനി റെക്റ്റാങ്കിൾസ് ഇതിൽ എത്ര റെക്റ്റാങ്കിൾസ് ഉണ്ടാവും എന്നാണ്. നമുക്കൊന്ന് നോക്കാം കേട്ടോ ഗേസ്. ഇതിൽ റെക്റ്റാങ്കിൾസ് ഇപ്പോൾ ഉണ്ടാവുക ആദ്യം ഇത് മൊത്തമായിട്ടൊന്നും ഉണ്ടാവും. പിന്നെ ഒന്ന് വേറെ ആയിട്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കളർ കൊടുത്തത്. ഈ ക്വസ്റ്റ്യൻ മാത്രം കേട്ടോ ഇമ്പോർട്ടൻ്റ്. കാരണം എന്താ അറിയോ, ഹിയർ ഈസ് എ പിച്ച്. ഇത് ഉറപ്പാണ് ചോദിച്ചു, അതുകൊണ്ട് തന്നെ ഇതിൽ എത്ര എണ്ണം ഉണ്ട് അറിയാം? 5 എണ്ണം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ഉത്തരം എത്രയാണ്? 5 വരും കേട്ടോ. സം ഇൻഡുലേഷൻ ആർ പ്ലേസ്ഡ് ഓൺ ഓതേഴ്സ് പാർട്ട്. എക്സസൈസ് കണ്ടർ ഇഫ് യു റേറ്റ് ദ നമ്പർ ആസ് per the institution you will get a prize. Yes, ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാട്ടോ. See the invitation received by Meera. Find the number and rate in the column. ഇത് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റൂല, ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇവിടെ ആദ്യത്തെ കളിയിൽ തൗസൻഡ്സ്, എത്ര തൗസൻഡ്സ് ഉണ്ട്? 5000. അപ്പോൾ ആദ്യത്തെ കളിയിൽ നമ്മൾ 5000 എന്ന് കൊടുക്കണം. അപ്പോൾ 5000 നമുക്കൊന്ന് എഴുതിയേക്കാം, 5000. പിന്നെ മറ്റേ കളിയിൽ ഹൺഡ്രഡ്സ്, എത്ര ഹൺഡ്രഡ്സ് പറഞ്ഞു? 300. നമുക്ക് 300 കൊടുക്കാം. പിന്നെ അടുത്തത് എത്ര പറഞ്ഞാണ്? 8 ടൺസ്. അപ്പോൾ 8 ടൺസ് എത്ര? 80. അപ്പോൾ പിന്നെ 4 വൺസ് ഒക്കെപ്പാട് 4 വൺസ് ഇവിടെയും കൊടുക്കുക, 4 എന്ന് എഴുതിയാൽ മതി. പിന്നെ അപ്പോൾ ഒക്കെപ്പാട് ടോട്ടൽ എത്ര വരും? അതന്നെ 1384 ടോട്ടൽ വരിക കേട്ടോ ഗൈസ്. ടോട്ടൽ ഉത്തരം അതാണ് വരിക. പിന്നെ മറ്റേ ക്വസ്റ്റ്യന് 4000 അത് നിങ്ങൾക്ക് എഴുതാറില്ല, അത് ആദ്യത്തെ കളിയിൽ എഴുതാം. പിന്നെ 3 ടൺസ് ടു ഫ്രം, നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ മാറി എഴുതാം കേട്ടോ ഗേസ്. അപ്പോൾ നമുക്ക് 4000 നമുക്ക് ആദ്യത്തെ കളിയിൽ എഴുതാം. പിന്നെ 3 ടെൻസിൻ്റെ സ്ഥാനം എവിടെയാണ്? ഇതാണ് കേട്ടോ ടെൻസിൻ്റെ സ്ഥാനം. ഇത് 1000ൻ്റെ സ്ഥാനമാണ്. ഇത് 100ൻ്റെ സ്ഥാനം, ഇത് വൺസിൻ്റെ സ്ഥാനം. അപ്പോൾ നമ്മൾ ഇവിടെ ആകെ 1000ൻ്റെ സ്ഥാനത്തും പറഞ്ഞു, ടെൻസിൻ്റെ സ്ഥാനത്തും പറഞ്ഞു. അപ്പോൾ രണ്ടും പാടി എത്ര കൂട്ടിയാൽ എത്ര വരും? 4030 വരും. ഓക്കെ, 4030. നമുക്ക് അടുത്തേക്ക് പോകാം. ഇതും അത് തന്നെയാണ്. ഇതൊക്കെ നിങ്ങൾ ചെയ്തോളി, നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. പക്ഷേ ഇത് മാത്രം അതല്ല, നമുക്കൊന്ന് നോക്കാം. ഇതൊന്നും നമുക്ക് നോക്കല്ലേ ഈ ക്വസ്റ്റ്യൻ. മറ്റേത് നമ്മൾ മേലെ ചെയ്ത് തന്നെയാണ്. 1 ലെസ് ദാൻ സ്മാളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ, അത് ഇവിടെ ഇതാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് നോക്കാം. സ്മാളസ്റ്റ് ഇത് ഏതാണ്? സ്മാളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ഈസ് 1000. അപ്പോൾ നമുക്ക് 1000 എഴുതാം.
അപ്പോൾ 1000. 1000 1 കുറച്ച് എത്ര? -1 കുറച്ചാൽ എത്ര? ഇതാണ് ഉത്തരം വരിക കേട്ടോ ഗൈസ്. 999. അതെങ്ങനെ ഇവിടെ എഴുതുന്നതാണ്? ഇപ്പം ഞാൻ പറഞ്ഞ മാതിരി ഇതാണ് 100ൻ്റെ സ്ഥാനം. 1000ൻ്റെ സ്ഥാനം ഉണ്ടോ ഇതിൽ? ഇല്ലല്ലോ. 1000 എങ്ങനെ വരും? ഇത് 1 കൂട്ടിയാൽ നമുക്ക് ഇത് മാത്രമേ ഇതായിരുന്നു. പക്ഷെ ഇപ്പോൾ 1000ൻ്റെ സ്ഥാനം ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ 900 ഇടാം. ഇവിടെ 90 കൊടുക്കാം. പിന്നെ 900 കൊടുക്കാം. പിന്നെ ഇവിടെ 90 കൊടുക്കാം. ഇവിടെ 9 കൊടുക്കാം. അപ്പോൾ ഇത് കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് നമ്പർ പടി എടുക്കാം. ഇനി നമുക്ക് അടുത്തേക്ക് പോകാം. അടുത്തേക്ക് പോകട്ടോ ഗൈസ്. എന്നിട്ട് അടുത്തേക്ക് പോകാം. വിച്ച് കറക്റ്റ് സിസ്റ്റം അബൌട്ട് 2160? ഏതാണ് ഇതിൽ 2160 കിട്ടുന്നത്? 2006 tons അതാണോ? അല്ല. കാരണം 6 tons പറഞ്ഞാൽ 60 വരുള്ളൂ. അപ്പോൾ വരികയാണെങ്കിൽ 2060 വരുള്ളൂ. അതുകൊണ്ട് 2160 വേണം. 60 tons ആയാൽ എത്ര വരും? 600 വരും. അപ്പോൾ 600 പാടുണ്ടോ? അത് പാടില്ല. അപ്പോൾ 2016 tons. 16 tons ആകുമ്പോൾ നമ്മൾക്ക് 16 tons ഇല്ലേ? 16 tons എത്രയാണ്? അതന്നെ. ഇപ്പം ഞാൻ പറഞ്ഞൊരു ഈസി ടെൻസ് കൂട്ടുമ്പോൾ ഈസി വയ്യേ. ഇപ്പം നമ്മൾ അവിടെ ഒരു സാധനം കൊടുത്തിട്ടുണ്ടാവും. ഇപ്പം കൂട്ടിക്കോളി 60 കൊടുത്തുകൊണ്ട് വിചാരിച്ചോളി. ടെൻസ് ആണെങ്കിൽ 1 0 എടുക്കുക. 100s ആണെങ്കിൽ 2 0 എടുക്കുക. പിന്നെ അപ്പം നിങ്ങൾക്ക് ഇത്ര വരുള്ളൂ. അതുകൊണ്ട് 100 ആണെങ്കിൽ 2 0, ടെൻസ് ആണെങ്കിൽ 1 0. അപ്പോൾ 16ക്ക് 1 0 ഇട്ട് നോക്കി 160 വരില്ലേ? പിന്നെ 1000ഉം കറക്റ്റ് ആൻസർ കിട്ടിയില്ലേ? അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ വരിക? ഇതന്നെയാണ് 2000 2016 tons. 16 100s പറ്റുമോ? 2 0 1600 ആവൂലേ? ഉണ്ടാകാൻ പറ്റൂല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ നമ്പർ സ്വിപ്സ് ഗിവൺ ഹെർ വിൽ മേക്ക് ദ നമ്പർ ഓൺ ദ കാർഡ് സാന്ദ്ര? ഇതൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവുന്നതാണ്. റൈറ്റ് ദ ലാർജസ്റ്റ് 4-digit നമ്പർ ദാറ്റ് ക്യാൻ ബി ഫോർമഡ് യൂസ്ഡ് ഗിവൺ നമ്പർ സ്ട്രിപ്സ്. ഏറ്റവും വലിയ സംഖ്യ ഏതാണ് എന്നാണ് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ. ഏറ്റവും വലിയ സംഖ്യ ഏതാ? ഇതിൽ തന്നെ ആണ് കേട്ടോ. ആദ്യം നമ്മൾ ഒരു ഈസി വഴി ഞാൻ പറഞ്ഞിട്ടേ. ഈസി വഴി ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഒരു ഈസി വഴിയാണിത്, ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഇതിലത്തെ ഏറ്റവും വലിയ സംഖ്യ എടുക്കുക. ഏതാണ് വരിക? 9000. ഇനി നമുക്ക് ഏറ്റവും ഇത് നോക്കാം അല്ലേ? പിന്നത്തെ ഏറ്റവും വലിയ 3 അക്ക സംഖ്യ ഏതാ വരിക? നോക്കി 800 ആണ് കേട്ടോ വരിക. ഏറ്റവും വലിയ 3 സംഖ്യ ഇതിൽ 900 ആണ്. 999 പക്ഷേ ഇതിലാകെ 800 വന്നിട്ടുള്ളൂ ഏറ്റവും വലുത്. 900 വന്നോ? ഇല്ല. 90 വന്നോ? ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ 800 ആണ് എഴുതാൻ പോകുന്നത്. 800 ആണ് വേണ്ടത്. കാണിച്ചുതരാം. 800. പിന്നെ നമുക്ക് 800 ആണ് വരുന്നത്. 800 വന്നേ. അപ്പോൾ പിന്നെ ഏറ്റവും വലിയ 2 അക്ക സംഖ്യ ഏതാണ് ഇതിൽ? 90. അതിലേറെ വലിയ ഇതിലും ഇല്ല കേട്ടോ ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ 90 എഴുതി വെക്കാം. എന്നിട്ട് നമുക്ക് അടുത്തേക്ക് പോകാം. പിന്നെ അടുത്തേക്ക് എന്താ വരിക? ഇനി ഏറ്റവും വലിയ 4 അക്ക ഒരൊറ്റക്ക സംഖ്യയാണ്. 50 എന്നല്ല, ഒറ്റക്ക സംഖ്യ ആകെ 4 6 5 ഉള്ളത്. ഒറ്റക്ക സംഖ്യ ഉള്ളത്. അപ്പോൾ ഏറ്റവും വലിയത് 6. അപ്പോൾ നമുക്ക് 6 ഇവിടെ 6 എന്ന് എഴുതാം കേട്ടോ. ഇതാണ്, ഇങ്ങനെയാണ് ഐഡിയ. എന്നിട്ട് ഇതൊക്കെ പാടാണ് കൂട്ടുക. അപ്പോൾ എത്ര വരും? ഞാൻ കാണിച്ചു തരാം എത്ര വരുമെന്ന്. നോക്കിക്കോളി. 900
എണ്ണൂറും കൂട്ടിയാൽ 980. 980ഉം 70ഉം കൂട്ടിയാൽ 9870. അപ്പോൾ എത്ര? പിന്നെ 6 കൂട്ടിയാൽ 900. ഞാൻ കാണിച്ചുതരാം. 900 എത്ര? 890 എത്ര? 90 ആണോ? 96 കേട്ടോ വരിക. നമുക്ക് നോക്കാം. 6 96. അപ്പോൾ എത്രയാണ്? 9896 വരും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. ടേക്ക് ബീഡ് ഫ്രം ദ 1000 പ്ലേസ് ഓൺ ദ അബാഗസ് ആൻഡ് പ്ലേസ് ഇറ്റ് 10th പ്ലേസ്. വിച്ച് ഈസ് ദ നമ്പർ ഗോട്ട് നൗ? ഇതാ എന്താ അർത്ഥം വെച്ചാൽ അറിയോ? ടേക്ക് ഒരു ബീഡ് എടുക്കുക, ഒരു മഴ എടുക്കുക. ഈ 1000ൻ്റെ ഇതിൽ നിന്ന് അത് നേരെ 10s ഇട്ട് വെച്ചാൽ എത്ര ആവും നോക്കിയാലോ? അപ്പോൾ എന്താവും? ഇതാണ് പോവും അല്ലേ? ഇത് പോവും. പിന്നെ 10ൻ്റെ ഭാഗത്തു നിന്ന് വരും. അപ്പോൾ എത്ര വരിക നോക്കൂ? ഇത് പോയി. അപ്പോൾ ഇത് എത്ര? 1000 10സും. അപ്പോൾ എത്ര ഉത്തരം വരിക? എത്രയാണ്? 3010. നമുക്ക് അടുത്ത് പോവാം. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് നമ്പർ ആൻഡ് യു ഗോട്ട് നൗ. നമുക്ക് കിട്ടിയ നമ്പറും നമുക്ക് ഇതാ അബാഗസിൽ ആദ്യമുള്ള നമ്പറില്ലേ അതും എത്ര? അതും വ്യത്യാസം കണ്ടുപിടിച്ചാൽ എന്താ കാട്ടേണ്ടി? 4000 ഇപ്പം നമ്മൾ ആദ്യത്തെ സംഖ്യ 4000 അല്ലേ? 4000 പ്ലസ് മൈനസ് 3010. ഇപ്പം എത്ര വരും? 0 നിന്ന് 0 കുറക്കാൻ പറ്റും, 0. പിന്നെ 0 നിന്ന് 10 കുറക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ 10 വെട്ടണം, അല്ല 0 വെട്ടണം, എന്നിട്ട് 10 ആക്കണം. അപ്പോൾ ഇവിടുത്തെ പോയിപ്പിച്ചണം, എന്നിട്ട് ഇവിടെ 9 ആക്കണം, എന്നിട്ട് ഇവിടെ 3 ആക്കണം. അപ്പോൾ 10 നിന്ന് 1 കുറച്ചാൽ എത്ര വരും? 9 വരും. പിന്നെ 9 വരും. പിന്നെ 9 നിന്ന് 0 കുറച്ചാൽ 9 വരും. പിന്നെ 3 നിന്ന് 3 കുറച്ചാൽ 0 വരും. 0 നമ്മൾ എഴുതാൻ പാടില്ല കേട്ടോ. അപ്പോൾ എത്ര വരും? ഉത്തരം എത്ര കാരം? നമുക്ക് ഇവിടെ ഉത്തരം എഴുതാം. ഇതാ ഇപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? കാണിച്ചുതരാം. 90 എത്ര വരും? 0. ഇതല്ലേ ഡിഫറൻസ് വരിക. അപ്പോൾ ഡിഫറൻസ് ഇങ്ങനെ കണ്ടുപിടിക്കുക. പിന്നെ വിച്ച് ഈസ് ദ ഫോളോവിങ് 5083 5000ഉം 8ഉം 3ഉം അതേതാണ് ഇതിൽ ഉള്ളത്? നമുക്ക് അതിൻ്റെ ടിക്ക് കൊടുക്കല്ലേ? അത് കണ്ടുപിടിച്ചാലാണ് നമ്മളോട് പറഞ്ഞത്. ഇത് നേരെ തിരിച്ചാണ്. 5ഉം 83 5083 അത് അല്ല ഗേസ്, 5803 അപ്പോൾ ഇതല്ല ഗേസ്. പിന്നെ 5830 ഇത് വരും. നമ്മളോട് ഏതാ പറഞ്ഞാണ്? 5083. അപ്പോൾ ഇതല്ലല്ലോ. പിന്നെ 5083 ഇതാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ആൻസർ ദിസ് കേട്ടോ. ഇതാണ് ശരിക്കും ആൻസർ. അപ്പോൾ ഗേസ് ഇന്ന് നമ്മൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. ഇതാണ് ഇതിൽ ചിലപ്പോൾ നിങ്ങളെ നാളെയാണ് മാത്സ് പരീക്ഷ 2025 ഓണം പരീക്ഷ 2022 അത് നാളെ ഈ കാര്യം കേട്ടോ ഗേസ്. നാളെ ഈ കാര്യം മിക്കവാറും നിങ്ങൾക്ക് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടോ? ഇത് ചോദിച്ചാൽ എല്ലാവരും ഈ വീഡിയോക്ക് തന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. ഇതിലേതെങ്കിലും ഒരു ഇത് ചോദിച്ചാൽ എല്ലാവരും ഇതന്നെ ചോദിച്ചണില്ല, പക്ഷേ ഈ നമ്പേഴ്സൊക്കെ മാറ്റി കൊടുക്കാം. ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ ഗേസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്ര നോക്കുന്നുള്ളൂ. ഇനി മാത്സ് ഇത്രയൊക്കെ വരാനുള്ള സാധ്യത ഉള്ളൂ കേട്ടോ ഗേസ്. ബാക്കിയുള്ളത് UP ലെവലാണ്. അപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.